Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. മലപ്പുറം ജനതയെ അപമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത പ്രസ്താവനകളാണ് പിണറായി നടത്തിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മലപ്പുറത്ത് കാണിച്ച വഞ്ചന തിരുത്തി മുഖ്യമന്ത്രി മാപ്പു പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂത്തേടം കുറ്റിക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശം എന്നും കോൺഗ്രസിന്റെ അജണ്ടയാണെന്നും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് പലസ്തീൻ സ്നേഹം കാട്ടുകയാണെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. തങ്ങൾക്ക് ഇസ്രായേൽ വിരുദ്ധ നിലപാട് പിണറായിയിൽ നിന്ന് പഠിക്കേണ്ട ഗതികേടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത വാചകങ്ങൾ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലൂടെ ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂയിലൂടെ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജില്ലയെ ഒറ്റപ്പെടുത്തി, ഒരു നാടിനെ ഒറ്റപ്പെടുത്തി, ആ നാടിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു, ഇത് മലപ്പുറത്തോടുള്ള അദ്ദേഹം കാണിച്ച വഞ്ചനയാണ്, അതിന് അദ്ദേഹം മാപ്പ് പറയുന്നു. അദ്ദേഹം 3 ദിവസം ഇവിടെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മാപ്പ് പറയുന്നു പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി, നിലമ്പൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുന്നു. മലപ്പുറം ജില്ലയുടെ ഭാഗമല്ല നിലമ്പൂരും. എന്തുകൊണ്ട് പറഞ്ഞു? അദ്ദേഹം ഇന്നലെ വേറെ ഇസ്രയേലിനെതിരായിട്ട് തമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇന്നലെ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് പാലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശം എന്ന് പറയുന്നത് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശം. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന്റെ വിജയത്തിനായി ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന പ്രചാരണ പരിപാടിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. കുടിയും കുടിശ്ശികയുടെയും സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുറ്റപ്പെടുത്തി. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണമാറ്റത്തിനു വേണ്ടിയുള്ളതാണെന്നും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിക്കുകയാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആ മാറ്റം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി 19-ാം തീയതിയിൽ പോളിംഗ് ദിവസത്തിന് വേണ്ടി എല്ലാവരും ആവശ്യത്തോടെ നിലമ്പൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മുൻഗണനകളിലെല്ലാം ആയിരങ്ങൾ തന്നെ സംബന്ധിച്ചുകൊണ്ട് തികഞ്ഞ ഉത്തരവാദിത്വ ബോധമാണ് നിലമ്പൂരിലെ വോട്ടർമാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരുകാർക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത്. കേരളത്തിന്റെ ഭരണമാറ്റത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ലൊരു റഫറിംഗ് ആയി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ കളമൊരുക്കിയവർക്ക് നമുക്ക് നന്ദി പറയാം. കേരളം ഇന്ന് അങ്ങേയറ്റത്തെ ഭരണപരാജയത്തിന്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിന് CPMന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ പിന്നെ 5-8 മാസം കൂടി അവർക്ക് അവരുടെ പ്രതിനിധിയെ നിലനിർത്താൻ കഴിഞ്ഞോ? നിലനിർത്താൻ പോലും പറ്റാത്ത അത്ര വലിയ അവഗണന ജനങ്ങളോടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് MLA രാജിവെച്ചത്. LDF ഇടതുപക്ഷ MLA രാജിവെച്ചത്. മലയോര മേഖലയിലെ വിഷയങ്ങള് പറ്റൂല എന്നുള്ളത് മന്ത്രി തന്നെ ദിവസം പറഞ്ഞുകൊണ്ട്, അതിന്റെ വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിളിച്ചാൽ പറയും ഞാൻ എന്ത് ചെയ്യണം, ആന ചവിട്ടിയാൽ പറയും ഞാൻ എന്ത് ചെയ്യണം. പിന്നെ ഇതിനാണ് ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരാളെ വീണ്ടും എലക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു, അതാണ് തങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളുടെ കാലത്ത്, ശിഹാബ് കാലത്ത്, അതുപോലെ ഞങ്ങളുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്, ഇനിയും പറ്റും, ഞങ്ങൾ ശരിയാക്കി തരാം, ഞങ്ങൾ ഇതിന് പരിഹാരം കാണാം.
അതിന്റെ മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നാട്ടിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, UDF എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യണം. പിന്നെ ഇടയിൽ കുറെ ആളുണ്ട്, അവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നമുക്കും അറിയാം, ഓർക്ക് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ആ വോട്ട് വേസ്റ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJP ഉണ്ട്, കുറെ സ്വതന്ത്രന്മാരുണ്ട്. അതിലിപ്പോ പഴയ MLA ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. അതുകൊണ്ട് എന്താ കാര്യം? MLA-മാരായ AP അനിൽകുമാർ, T സിദ്ദീഖ്, PK ബഷീർ, P അബ്ദുൽ ഹമീദ്, UL ലത്തീഫ്, ആബിദ് ഹുസൈൻ തങ്ങൾ, മുൻ MLA പറക്കൽ അബ്ദുള്ള, ബിന്ദു കൃഷ്ണ, PK ഫിറോസ്, ഇസ്മായിൽ മൂത്തേടം, PT അജയ് മോഹൻ, ഷിബു മീരാൻ, CH ഇക്ബാൽ, NK കുഞ്ഞുണ്ണി, ജസ്മൽ പുതിയറ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് എടകര.